എന്തോ? ഓ, ഉണ്ടാക്കി തരാലോ. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ്. സാധാരണ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുളിയല്ല ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ ഇപ്പം ഇതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അലിയിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരമായിട്ടിട്ട്. ഇനി നമുക്ക് വേണ്ട ശർക്കരയാണ് കേട്ടോ. ഒരു അച്ച് ശർക്കര ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അലിയിച്ചെടുക്കാം. നമുക്ക് ശർക്കര പാനിയാണ് വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് കരടുകളൊക്കെ ഉണ്ടാകും. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ശർക്കര ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം കരടൊന്നുമില്ല. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച പുളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു ഒന്നും കളയണ്ട കേട്ടോ. അതങ്ങനെ വെള്ളത്തോടു കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാവേ. ഞാനിവിടെ കാശ്മീരി പൊടിയാണ് ഇടുന്നത്. പിള്ളേർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് സാധാ മുളക് പൊടി ഇടാം. പക്ഷേ അതിനെക്കാട്ടും നല്ലത് കാശ്മീരി ആയിരിക്കും. കാരണം പുളിയച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമാണല്ലോ ഉണ്ടാവുക. നമുക്കെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിട്ട് കൊടുത്ത പുളിയും മുളകും എല്ലാം ഒന്ന് വെന്തതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ച പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുറുകി നമ്മൾ പുളിയച്ചാർ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ഇപ്പം എല്ലാവർക്കും നല്ല നൊസ്റ്റാൾജിയ ഉണ്ടാവില്ലേ. പണ്ടൊക്കെ എന്തോരം പുളിയച്ചാർ വാങ്ങി കഴിച്ചതാ. പക്ഷെ ആ പുളി കൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്ന, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കി നോക്കാം അവസാനം എന്ത് ടേസ്റ്റാണ് വരികയെന്ന്. ഇതൊന്ന് കുറുകി വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയച്ചാർ ഇതാ കുറുകിയിട്ട് ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി തണുക്കുമ്പം ഇത് കുറച്ചുകൂടി കുറുകി വരും. അപ്പം നമുക്ക് ഈ ഒരു പാകത്തിൽ നമുക്ക് ഓഫാക്കാം. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുണ്ട് കേട്ടോ. പഴയ ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.